ചാന്ത് പൊട്ട് അവരുടെ കഥയല്ല. ദിലീപിന്റെ വേഷത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. ആ സംവിധായകൻ എന്റെ കരണത്തടിക്കുമെന്ന് പറഞ്ഞു. പലരും സിനിമകൾ കാണാതെയാണ് വിമർശിക്കുന്നതെന്ന് സംവിധായകൻ ലാൽ ജോസ്. ദിലീപ് നായകനായ ചാന്തപൊട്ട് എന്ന ചിത്രത്തെ അടുത്തിടെയാണ് ചില ആളുകൾ വിമർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ റിലീസ് ചെയ്തപ്പോൾ ഒരു കൂട്ടം ട്രാൻസ്ജെൻഡർമാർ തന്നെ അഭിനന്ദിച്ചിരുന്നുവെന്നും ലാൽ ജോസ് വ്യക്തമാക്കി. മമ്മൂട്ടി നായകനായെത്തിയ മറവത്തൂർ കനവ് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടയിലാണ് ലാൽ ജോസ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ചാന്ത് പൊട്ട് ഇപ്പോഴാണ് ചെയ്തിരുന്നതെങ്കിൽ ദിലീപിന്റെ വേഷത്തിൽ ഒരു മാറ്റവും വരുത്തില്ലായിരുന്നു. ദിലീപിന്റെ കഥാപാത്രം ട്രാൻസ്ജെൻഡർ ആണെന്ന പ്രേക്ഷകരുടെ ധാരണ തെറ്റാണ്. ആ കഥാപാത്രം ട്രാൻസ്ജെൻഡർ അല്ല. സിനിമയിൽ അയാൾക്ക് കാമുകയുണ്ട്, കുഞ്ഞ് ജനിക്കുന്നുണ്ട്. കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സമീപകാലത്ത് ചിലർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേര് പറഞ്ഞ് അലക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ അവർ സിനിമ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് സിനിമ മനസ്സിലായിട്ടില്ല. വിമർശിക്കുന്നതിനുള്ള ചോദ്യമോ ഉദിക്കുന്നില്ല. ദിലീപിന്റെ കഥാപാത്രം കണ്ട് പലർക്കും സങ്കടം വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ കൊച്ചിയിലെ ട്രാൻസ്ജെൻഡേഴ്സ് അസോസിയേഷൻ എന്നെ വന്നു കണ്ട് പൊന്നാട അണിയിക്കുകയാണ് ചെയ്തത്. ഇനി ആളുകൾ ഞങ്ങളെ നല്ല പേര് വിളിച്ച് കളിയാക്കുമെന്നാണ് അവർ പറഞ്ഞത്. കൽക്കി എന്ന സംവിധായകൻ പറഞ്ഞ കാര്യമുണ്ട്. കേരളത്തിൽ വന്നാൽ എന്റെ കരണത്തടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ചാന്ത് പൊട്ട് കണ്ടിട്ടില്ല. എന്റെ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച നായകന്മാരാരും ആ സമയത്ത് വലിയ നടന്മാരായിരുന്നില്ല. ആ സമയത്ത് അവർ അഭിനയിച്ച പല സിനിമകളും പരാജയമായിരുന്നു. ചിത്രം റിലീസ് ചെയ്ത് ആദ്യ ദിവസം 40% കളക്ഷൻ മാത്രമേ നേടിയിരുന്നുള്ളൂ. പിന്നീടാണ് ക്ലാസ്മേറ്റ്സ് ഹിറ്റായത്. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും എന്റെ സിനിമ വൻ ഹിറ്റായിരുന്നു. 21ാം വയസ്സിലാണ് ഞാൻ സിനിമയിൽ വന്നത്. സിനിമയാണ് എന്റെ ജീവിതം. എന്റെ മിക്ക സിനിമകളിലും പ്രിവ്യൂ ചെയ്യാറില്ല, അത് പേടിയാണ്. എന്റെ ആദ്യ സിനിമയായ മറവത്തൂർ കനവിന് പ്രിവ്യൂ ഉണ്ടായിരുന്നു. അന്ന് എല്ലാം നടന്നത് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലുള്ള സിനിമാക്കാർക്കും മലയാളികൾക്കും കാണാനുള്ള അവസരം നൽകിയിരുന്നു. പഴയ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളുമാണ് സിനിമ കാണാൻ വന്നിരുന്നത്. അന്ന് സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത്. നല്ല തിരക്കഥയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. മമ്മൂക്ക നന്നായി കോമഡി ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞത്. എന്നാൽ തിയേറ്ററിൽ റിലീസ് ചെയ്തതോടെ എല്ലാ അഭിപ്രായങ്ങളും മാറി. ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഞാൻ കാണില്ല. 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മറവത്തൂർ കനവ് കണ്ടു. എന്റെ രണ്ടാമത്തെ മകളോടൊപ്പം ആമസോൺ പ്രൈമിലാണ് കണ്ടത്. ലാൽ ജോസ് പറഞ്ഞു.